ഹായ്. കഴിഞ്ഞ റീലിൽ പറഞ്ഞ BMR-ഉം TDE-യും ഡെഫിസിറ്റ് കലറി കേട്ട് നിങ്ങൾ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് നമ്മളുടെ ഡെഫിസിറ്റ് കലറി നമ്മൾ ഏകദേശം എത്ര കലറി കഴിക്കണം വെയിറ്റ് ലോസ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആ ഒരു കലറി നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതിനെക്കുറിച്ച് ഒരു ഈസി ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഒരു ഫിറ്റ്നസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ പ്രത്യേകിച്ചൊരു ഇന്ത്യനൈസ്ഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹെൽത്തിഫൈ മീ ഓർ ഫിറ്റർ അതുപോലത്തെ കുറേ ആപ്പുകൾ ഇന്ത്യയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതാവുമ്പോൾ നമ്മളുടെ റീജിയണൽ ഫുഡെല്ലാം നമുക്ക് ഈസി ആയിട്ട് അതിൽ ലോഗ് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് മെനക്കെട്ട കാര്യമൊക്കെയാണ്. നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡും അതിൽ ഓരോ സമയത്തും ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ആദ്യം നമ്മൾക്ക് വേണ്ട കലറി, അതുപോലെ ഒരു ഫാറ്റ്, കാർബ്, പ്രോട്ടീൻ പെർസെൻറ്റേജ് നമ്മൾ അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് മോണിറ്റർ ചെയ്ത് നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ എവിടെയാണ് ഓവർബോർഡ് പോകുന്നത്, തെറ്റുപറ്റുന്നതെന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു കിച്ചൺ സ്കെയിൽ ഇന്ന് തന്നെ വാങ്ങിക്കോളൂ. വാങ്ങാത്തവരാണെങ്കിൽ ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് മെനക്കെട്ട പണിയൊക്കെയാണ്, പക്ഷെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലല്ലേ നമുക്കതിൻ്റെ ഫലം കാണുകയുള്ളൂ. അതിന് വളരെ മിനിമൽ ഒരു പ്രൈസിൽ തന്നെ ആമസോണിലൊക്കെ കിട്ടാനുണ്ട്. 200 രൂപയൊക്കെ ഉള്ളൂന്ന് തോന്നുന്നു. അതുപോലെ എല്ലാ എസ്പെഷ്യലി പ്രോട്ടീനും കാർബും നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചെയ്തിട്ട് കുക്ക് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മളുടെ ഓരോ ഗ്രാം ഫാറ്റിലും നമുക്ക് 9 കലറിയാണ് കിട്ടുന്നത്. നമുക്ക് ഫാറ്റൊക്കെ ഒരു 40 ഗ്രാംസൊക്കെ ഉള്ളൂ എങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണയിൽ തന്നെ, അതായത് 5 ഗ്രാമാണ് ടീസ്പൂൺ എണ്ണ, അതിൽ തന്നെ 45 കലറി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ യൂസ് ചെയ്യുക എണ്ണയൊക്കെ. കാരണം പ്രോട്ടീനിൽ നിന്നും മറ്റുള്ള നട്ട്സിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഫാറ്റ് അല്ലാതെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ ഉപയോഗത്തിന് തന്നെ 2-4 ടീസ്പൂണൊക്കെ മാക്സിമം ആയിരിക്കും. ഫാറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്നാണല്ലോ പറയുക. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന കാര്യങ്ങൾ നമ്മൾ അളന്ന് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് മറ്റ് ചില ടിപ്സുമായിട്ട് നാളെ കാണാം. ബൈ.